മുത്തനബിന്റെ ഹദറത്തിലേക്കും ഹബീബിനെ വിളിച്ചുകൊണ്ട് ഹബീബിന്റെ ഷരീഫ് മനസ്സ് കണ്ടിട്ട് നമ്മൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിന്റെ ഹബീബിനോട് നമ്മളെ സങ്കടം പറയാം. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും പല വിഷയങ്ങളും പ്രയാസങ്ങളും നമ്മളെ മക്കളൊക്കെ വഴിപോയിച്ച അവസ്ഥയിലും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം മറ്റും കൊണ്ട് പല രോഗങ്ങളും ഒഴിവിടാനുള്ള ചാൻസുകളൊക്കെ പറയപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ മഹാമാരെ കാവലല്ലാതെ നമ്മളിൽ ഒരു പ്രതീക്ഷ നമുക്കില്ല. അല്ലാഹു തആല അവരെ കാവലാക്കി പെരുമാറാവട്ടെ, നമ്മളെ മക്കളെ നന്നാക്കി പെരുമാറാവട്ടെ, രോഗത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാം വിചാരിച്ചുകൊണ്ട് മുത്തുനബിനോട് നമ്മുടെ സംഘങ്ങൾ പറഞ്ഞാൽ നേടാത്ത കാര്യങ്ങളില്ല. പ്രത്യേകിച്ച് ഹബീബിന്റെ മക്കളെ, അവരെ വേറെ മക്കളെ ഹദറത്തിൽ വെച്ചിട്ടാണ് ഹബീബിനെ വിളിക്കുന്നത്. അതുകൊണ്ട് വിളിക്കുന്ന സമയത്ത് പുന്നാര മുത്തുനബിനെ മനസ്സിൽ കണ്ടുകൊണ്ട് മുത്തുനബിന്റെ റൗള ശരീഫ് കണ്ടുകൊണ്ട് ഹബീബ് ഞങ്ങളെ കാണും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ, കേൾക്കും എന്നുറച്ച വിശ്വാസം. നമ്മൾ മോശക്കാരാണെങ്കിലും അവരെ പേരമക്കൾ, അവരെ മക്കളെ, അവരെ മക്കള് ഇരിക്കുന്ന സദസ്സാണല്ലോ, ആ സദസ്സിൽ വിളിക്കുമ്പോൾ അവരെ പേര് വല്ലിപ്പ എങ്ങനെ വിളിക്കുമ്പോൾ മക്കൾ വിളിക്കുമ്പോൾ നോക്കാതിരിക്കൂല. നമ്മൾക്ക് നമ്മളെ മക്കളെ, നമ്മളെ പേരെ മക്കള്, നമ്മളെ കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ ഇപ്പന്ന് വിളിച്ചാൽ നമ്മൾ എങ്ങനെ കേൾക്കാതെ എത്ര തിരക്കുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. അപ്പൊ അവരെ സദസ്സിൽ വെച്ച് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കും. ആ ഒരു സമാധാനത്തിൽ വിളിക്കുക. അല്ലാഹു തആല മുത്തനബിനെ നോട്ടത്തിലാക്കി നമ്മുടെ മനസ്സിൽ ഹൈർ ഉദ്ദേശങ്ങൾ റാഹത്താക്കി. എത്രയോ സ്ത്രീകളൊക്കെ ഈ സമയത്ത് അവരെ ജോലി ചെയ്യുന്ന സമയമൊക്കെ വന്നുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അവർ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്താക്കി മാറട്ടെ. മക്കളെ പഠിക്കാത്ത മക്കളുണ്ടാവും, അതുപോലെ തന്നെ വഴിപോയ മക്കളുണ്ടാവും, കുടുംബത്തിൽ കലമുള്ളവരുണ്ടാവും, രോഗികളുണ്ടാവും, പല നിലക്ക് വിഷമം അനുഭവിക്കുന്നവരും, കടക്കാരുണ്ടാവും, കെട്ടിക്കാൻ പ്രായ മക്കളവരുണ്ടാവും, കെട്ടിക്കാൻ പ്രായ പുരുഷന്മാരിലൊക്കെ റാഹത്താകാൻ വേണ്ടി. അതുപോലെ തന്നെ പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്കുണ്ടാവും, അതുപോലെ കടം കുടുങ്ങി വിഷമിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിദേശത്ത് മറ്റും വിഷമിക്കുന്നവർ, കച്ചവടം നടക്കാനുള്ളവർ, ഇങ്ങനെ പല ജാതി വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഉള്ളിലേക്ക് വിഷമുള്ളത് പുറത്തേക്ക് ചിരി കാണിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ തന്നെ രോഗികളായിക്കൊണ്ട് വാഴ്ചയാൻ പറഞ്ഞിട്ട് മുഴുവനെ പലരും പറഞ്ഞുകൊണ്ട് തലക്ക് സുഖമില്ലാതെ, അതുപോലെ തന്നെ കാലിന് വയറിന് സുഖമില്ലാതെ തലക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥയുള്ള പോലെ ഇങ്ങനെ പല നിലക്കുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളിലൂടെ ഒക്കെ വരുന്ന അല്ലാഹു തആലയുടെ മനസ്സിൽ ഹബീബിനെ വിചാരിച്ചുകൊണ്ട് ഹബീബിനോട് സങ്കടം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഹബീബിനെ നമ്മൾ ഹാജരാക്കിയ സദസ്സാണല്ലോ, ആ സദസ്സ് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ആ ഉദ്ദേശം വെച്ച് നമ്മൾ ഒച്ചുണ്ടാക്കി വിളിക്കലെന്നല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആ അചഞ്ചലമായ വിശ്വാസം, ഹബീബിനുള്ള മഹബത്ത്, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മക്കള്, നമ്മളെ ഉമ്മത്തിങ്ങള് ചോദിച്ചാൽ തരാതിരിക്കൂല. ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണീരിപ്പിക്കുന്ന നേതാവാണ് പുന്നാര മുത്തനബി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്റ ചെല്ലുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ പ്രവാചകന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത്, അവിടെ എല്ലാ സീറ്റിലും പ്രവാചകന്മാരിക്കുന്ന സമയത്ത് അവിടെ ഒരു സീറ്റ് ബാക്കി കാണാൻ നമുക്ക്, അത് മുത്ത് ഹബീബിന്റെ സീറ്റായിരിക്കും. ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സീറ്റിൽ ഇരിക്കാതെ കണ്ട് എന്റെ ഉമ്മത്തീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത്, അല്പസമയം അർശിന്റെ സമയത്ത് മുഹമ്മദിന്റെ മക്കളെ ഈ ഉമ്മത്തീങ്ങളെ വിചാരക്കെടുത്തെന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഓടി വന്നുകൊണ്ട് സുജൂദിൽ കടന്നുകൊണ്ട് ഉമ്മത്തിയ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്തീങ്ങൾക്ക് എപ്പോഴും കണ്ണീരിപ്പിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണവേളയിൽ പോലും എന്റെ ഉമ്മത്തീങ്ങൾ എന്ന് പറഞ്ഞ് കരഞ്ഞ മുത്തുനബി, ആ ഹബീബിനോട് നമ്മൾ സങ്കടം ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുന്ന കുറച്ച് വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസം വെച്ചിട്ടായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇതൊരു കളിയല്ല, ഇതൊരു പാട്ടല്ല, അതുപോലെ തന്നെ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ പ്രചരണത്തിന് വേണ്ടി ഉള്ളൊരു പരിപാടിയല്ല എന്നുള്ള ഒറ്റ വിശ്വാസം നമ്മളെ മനസ്സിൽ ആദ്യം വേണം. അല്ലാഹു തആല ആക്കി തരുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കി തരുമാറാവട്ടെ, അവരുടെ മഹാന്മാരെ നോട്ടത്തിലാക്കി തരുമാറാവട്ടെ. നമ്മൾ ഹബീബിന്റെ മേൽ മദ് ചെയ്ത് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെയ്തത് വെറുതെയല്ല. മുഹാന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിഖീങ്ങളായിരുന്നു മഹാന റസൂലുള്ളാഹി തങ്ങൾ, ആശിഖായിരുന്നു റിഫായി ശൈഖ് തങ്ങൾ, പുന്നാര മുത്തുനബി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാൽപാദമായി പ്രസവിച്ചു വീണ മഹാനാണ് മഹാന റസൂലുള്ളാഹി തങ്ങൾ. ഹബീബിന്റെ അർവാഹുകൾ, ഔലിയാക്കന്മാർ, എല്ലാ അർവാഹുകളും ഒരുമിച്ച് കൂട്ടിയ സമയത്ത് മുത്ത് ഹബീബിനെ സ്വീകരിക്കാൻ ഒരുമിച്ച് കൂട്ടിയത് ധരിക്കാനിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരെ ഔലിയാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുന്ന സദസ്സിലേക്ക് മുത്ത് ഹബീബ് കടന്നു വന്നപ്പോൾ പാപ്പ എന്ന് പറഞ്ഞ് കാൽക്കൈ വീണ സമയത്ത് ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാൽപാദം എടുത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുമൽ വെച്ചപ്പോൾ, ആ ശറഫാക്കപ്പെട്ട കാൽ വെച്ച ആ ചുമല് എത്രയോ കാര്യങ്ങൾക്ക് ശേഷമാണ് സഹാബത്തിൽപ്പെട്ടതല്ല റസൂലുള്ളാഹി തങ്ങൾ. അതിന് ശേഷം പ്രസവിച്ച് വീണപ്പോൾ അന്ന് ആലിം ഹബീബ് വെച്ച ആ കാൽപാദമായി പ്രസവിച്ച് വീണ മഹാനാണ്
മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബിന്റെ മേൽ മദ് ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയത്. റസൂലുള്ളാഹി വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹബീബിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി വിളിച്ചത്. അതുപോലെ തന്നെ റിഫായി ശൈഖ് തങ്ങൾ മദീന മുനവ്വറിൽ ചെന്ന് കൊണ്ടിട്ട് ഫിഹാദത്തിൽ മുദിറു ഹി കുന്തു ഉർസിലുഹാ തുകമ്മലൻ വഹിയ നായിബതി വാദിഹി നബത്തുൽ അശ്ബാഖി ഖദ് ഹളറത് ഫംദുദി യദൈക ലകൈ തുഹ്ലാവി ശഫതി എന്ന് മുഫ്തി ഹബീബ് പറഞ്ഞപ്പോൾ ശറഫാക്കപ്പെട്ട കരം നീട്ടിക്കൊടുത്തു. ആ ചരിത്രം വലുതാണ്, ഇതിലേക്കും കടക്കല്ല. അങ്ങനത്തെ റിഫായി ശൈഖിനെ വിളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്, ഹബീബിനെ വിളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ്, അതാണ് നമ്മുടെ മുഖ്യ ഘടകം. ആ മനസ്സിൽ നമ്മൾ ഉദ്ദേശം റാഹത്തും അത് വിശ്വാസവും വെച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ കണികയില്ലാതെ ഒന്നും സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ വിളിക്കണം. അല്ലാഹു റാഹത്താക്കി തീർമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു يا رسول الله خذ بأيدينا خذ بأيدينا خذ بأيدينا أدركنا يا رسول الله 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 اسمع أقوالنا يا رسول الله، اسمع شكاياتنا يا رسول الله، انظر حالنا يا رسول الله، انظرنا يا رسول الله، طهرنا يا رسول الله، زكنا يا رسول الله، شفع فينا يا رسول الله، سهل أفكارنا يا رسول الله، واغفر زلاتنا يا رسول الله، أبدل السهر يا رسول الله، وقنا شر مصاب الشيطان يا سيدنا يا حبيب الله، أبدل السهر يا رسول الله، باركنا في عيشنا يا رسول الله، باركنا في مجلسنا يا رسول الله، باركنا في أزواجنا يا رسول الله، باركنا في أولادنا يا رسول الله، باركنا في سفرنا يا رسول الله، باركنا في جميع مالاتنا كلها بركة دامة يا سيدنا يا حبيب الله، يا سيدنا يا رسول الله، يا سيدنا يا رحمة للعالمين، يا إمام المتقين، يا سيدنا يا رسول الله، لك الحمد ولك الشكر يا الله يا الله يا الله يا الله يا الله يا الله يا حنان يا منان يا بديع السماوات والأرض يا الجلال والإكرام يا الله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل على رسولك سيدنا محمد بقدر حبك فيه وزدنا يا مولانا حبا فيه وبجاه عندك فدج عنا ما نحن فيه. اللهم فدج عنا ما نحن فيه، اللهم فدج عنا ما نحن فيه. إلهنا لا نسألك رد القضاء بل نسألك اللطف فيه وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القلب وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بين كل معلوم لك. الله ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്, നമസ്നി കബൂൽ അല്ലാഹ്. നിന്റെ മഹാന്മാരായ മാത്തുക്കളെ വിളിച്ചു കൊണ്ടിട്ട് നിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടുത്തെ മദഹോദിക്കൊണ്ട് ഞങ്ങൾ ഉയർത്തിയ കയ്യെ റബ്ബേ നീ തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങൾ പാപികളാണെങ്കിലും ഞങ്ങൾ ദോഷികളാണെങ്കിലും
ഞങ്ങൾ ഇൽമില്ലാത്തവരാണെങ്കിലും അമൽ കുറഞ്ഞവരാണെങ്കിലും അല്ലാഹുവേ നിന്റെ ഹഖിൽ സ്വീകാര്യന്മാരായ നിന്റെ മഹാന്മാരെ വിളിച്ചുകൊണ്ടിട്ടാണല്ലോ ഞങ്ങൾ കൈയോട്ടിയത് അല്ലാഹ്. മാത്രവുമല്ല ഇവിടുത്തെ മുത്തഹബീബിന്റെ മക്കളായ പേരമക്കളായ അവരെ വയറ്റിൽ വെച്ചിട്ടാണ് വിളിക്കുന്നത് അല്ലാഹ്. ഹബീബ് ചോദിച്ചാൽ തട്ടുന്നവരല്ലല്ലോ റബ്ബേ. അതുപോലെ തന്നെ ഞങ്ങൾ അവർ മക്കൾ വീട്ടിൽ വെച്ച് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ അവർ ബറക്കത്ത് ഉലുവത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ മാതാപിതാ തെറ്റുകൾ കുറ്റങ്ങൾ ഞങ്ങൾ ഉസ്താദുമായി തെറ്റുകുറ്റങ്ങള് ഞങ്ങളെ സദസ്സിൽ ഒരുമിച്ച് കൂടി തെറ്റുകുറ്റങ്ങള് ഞങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്ത തെറ്റുകൾ ദോഷങ്ങൾ എല്ലാം റബ്ബേ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് മാഫ് നൽകണം അല്ലാഹ്. ഞങ്ങളെ പരീക്ഷണത്തിൽ പെടുത്താതെ തന്നെ ഞങ്ങളെ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെ കണ്ണുകളൊക്കെ നോക്കിയവരായി പോയല്ല, കാതുകൊണ്ട് വലുതും കേട്ടുപോയി അല്ല, ചിന്തിച്ചവരാണ് അല്ല. അല്ലാഹുവേ നീ നാളെ ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കണ്ണിൽ ചെറിയ തെറ്റാണെങ്കിലും ആ തെറ്റിനിക്ക് ഭാരം കണക്കാക്കുന്നവൻ നീയാണല്ലോ അല്ലാഹ്. നിന്നിക്കെങ്ങാനും വല്ലമായ ഭാരം കണക്കാക്കിയാല് ഞങ്ങളെ തുലാസെങ്ങാനും താന്നു പോയാൽ തിന്മന്റെ തുലാസ് തൂന്നു പോയാൽ ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമല്ലോ അല്ലാഹ്. നീ കാക്കണം അല്ലാഹ്. ഞങ്ങൾ നരകം ഹറാമാക്കണം അല്ലാഹ്. നരകത്തിന്റെ കൂട്ടത്തിൽ പെടുത്തല്ലോ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ സ്വർഗീയ വാസി പെടുത്തണം അല്ലാഹ്. നീ സ്വീകരിച്ച നിന്റെ മുത്തഖീകൾ ഞങ്ങൾ അടിമകൾ പെടുത്തണം അല്ലാഹ്. നീ കബൂലാക്കി സ്വീകരിച്ച നിന്റെ അടിമകളുണ്ടല്ലോ റബ്ബേ, അവരിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണം അല്ലാഹ്. കണ്ണുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്. തലവേദന സുഖപ്പെടുത്തണം അല്ലാഹ്. തലന്റെ കറക്കം മാറ്റി കൊടുക്കണം അല്ലാഹ്. ആത്മ സംബന്ധം ശിഫയാക്കണം അല്ലാഹ്. നരമ്പ് സംബന്ധം ശിഫയാക്കി തരണം അല്ലാഹ്. കിഡ്നി സംബന്ധം ശിഫയാക്കി തരണേ അല്ലാഹ്. പഠിച്ചവരെ മൂത്ത സംബന്ധം ശിഫയാക്കണം അല്ലാഹ്. രോഗികളാൽ ഞങ്ങളിനി പരീക്ഷിക്കല്ല അല്ലാഹ്. രോഗം തന്നെ ഞങ്ങളെ ഇടങ്ങാതെ മരുന്നടിക്കുന്ന രോഗങ്ങൾ നൽകല്ലോ റഹ്മാനേ. കീറി മുറിക്കേണ്ട രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. മുറിച്ചു മാറ്റേണ്ട രോഗം നൽകല്ല അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫയാക്കണം അല്ലാഹ്. രോഗം തന്നവൻ നീയല്ല അല്ലാഹ്. ശിഫ നൽകുന്നവൻ നീയല്ല അല്ലാഹ്. നീ കാഫിയല്ല അല്ലാഹ്. നീ കാഫിയല്ല അല്ലാഹ്. നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ നിന്റെ മഹാന്മാരെ വസ്തുക്കളെ പറക്കത്തുകൊണ്ട് മക്കൾ കെട്ടിക്കാനുള്ളവരുണ്ട്, ആണുങ്ങൾ മക്കൾ കല്യാണം കഴിക്കാനുള്ളവരുണ്ട്, അനുയോജ്യമായിട്ടുള്ള ഇണകളെ കണിയാക്കി തരണേ അല്ലാഹ്. വീട് വിൽപ്പനക്കും മറ്റും കറങ്ങ പറമ്പ് വിൽക്കാൻ വെച്ചവരുണ്ട്, നീ വിൽപ്പന പെട്ടെന്ന് നടത്തി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ നിന്റെ മഹല്ലായതുകൊണ്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളൊരു ഞെടങ്ങാറിയാക്കല്ലോ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തിന്മയെ വിട്ടു നിൽക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ മജ്ലിസ് തരണേ അല്ലാഹ്. ഈ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും വിജയം കൊടുക്കണം അല്ലാഹ്. പഠിച്ചവനെ നീ പൈര് ചെറിയണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം നിന്റെ പൈര് നീ ചെറിയണേ അല്ലാഹ്. ആശ്ചര്യങ്ങളെ കാക്കണം അല്ലാഹ്. ആര്യങ്ങളെ കാക്കണം അല്ലാഹ്. കണ്ണന്മാരെ കണ്ണത്തിട്ട് കാക്കണം അല്ലാഹ്. സാഹിര്യങ്ങളെ സുഹൃത്തിട്ട് കാക്കണം അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ അനുഗ്രഹിക്കണം അല്ലാഹ്. എത്രയോ ഹദ്റത്തേക്ക് മരിക്കുന്ന സമയത്ത് പുന്നാരമുത്ത് നബി വന്നുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. ആ പൂമുഖം കാണാതെ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കബറിൽ കൊണ്ടുവെക്കുമ്പോൾ എത്രയോ ആളുകളെ കബറിൽ വെക്കുമ്പോൾ പുന്നാരമുത്ത് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് നോക്കി വെക്കാറുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ കൊടുക്കണം അല്ലാഹ്. ചോദിക്കാനുള്ളതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഹബീബിനെ ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലാഹ്. നിന്റെ ഹബീബാണല്ലോ അല്ലാഹ്. നമ്മുടെ കരുണയുള്ളവരാണല്ലോ അല്ലാഹ്. ഹബീബിന്റെ ശറഫാക്കപ്പെട്ടവരിലേക്ക് കൊണ്ട് ഞങ്ങളെ മരണപ്പെട്ടു പോയ ഞങ്ങൾ മാതാപിതാക്കൾ ബന്ധപ്പെട്ട പലവരുണ്ട്, ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം ഹദ്റത്തേക്ക് നിന്റെ ഫലം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളെ കൂലിയൊന്നും കുറയാത്ത എത്തിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവേ അവരൊക്കെ റൗലയിലേക്കും ഞങ്ങളൊക്കെ ഖബറിലേക്ക് പുന്നാര മുത്തുബിന്റെ കബാർ തുറന്നു വെച്ചുകൊണ്ട് ഹബീബിനെ കണ്ടുകൊടുക്കും
മണിയറയാക്കിക്കൊണ്ട് ഞങ്ങളെ കബറിടം മാറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെയും ഈ സദസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലുള്ള ആളുകൾ അറിയുന്ന റബ്ബേ, അല്ലാഹുവേ സഹോദരിമാർ ഇതിലേക്ക് വന്നവരുണ്ട്, അവരെ മനസ്സിലുള്ള വിഷമം അറിയുന്ന റബ്ബേ, ആഗ്രഹം അറിയുന്ന റബ്ബേ, ഇതിലേക്കും പല നിലക്കും പലരും ശ്രദ്ധിച്ച് സഹായിച്ചവരുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ, എല്ലാം നീ റാഹത്താക്കി കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്. പ്രകൃതി ദുരന്തത്തൊട്ടും പ്രകൃതി കോപങ്ങളെ തൊട്ടും ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാഹ്. മണ്ണിന്റെ അടിയിൽ അമർന്നു മരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. ഭൂമി പിടിച്ച് വിഴുങ്ങേണ്ട അവസ്ഥ വരുത്തല്ലോ. നല്ല നിലക്ക് എല്ലാവരും സാന്നിധ്യത്തിൽ നല്ല നിലക്കുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. നിന്നെ സ്വീകരിച്ച മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ മരക്കുമരുന്ന് അടിമകളാക്കല്ല അല്ലാഹ്. നന്നാക്കി തരണേ അല്ലാഹ്. കൽവി പഠിക്കാൻ പോകുന്ന മുത്തല്ലിമീങ്ങൾ നാഫിയാന് കൊടുത്ത ഉന്നത പണ്ഡിതന്മാരാക്കി ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന മുത്തഖീങ്ങൾ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا ارحم الراحمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم يا رب سيدنا خير الورى سندا أرسل مقاصدنا ذا الجود والكرم أرسل مقاصدنا ذا الجود والكرم أرسل مقاصدنا ذا الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم.